ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഇന്നത്തെ ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം സംഖ്യാപുസ്തകം 21:4 മുതൽ 9 വരെ. സംഖ്യാപുസ്തകം 21:4 മുതൽ 9 വരെ. ഈ വേദഭാഗം പ്രത്യേകമായി 3 വിഷയങ്ങളെയാണ് കൈകാര്യം ചെയ്യുന്നത്: കഷ്ടത, അനുതാപം, ദൈവത്തിൻ്റെ രക്ഷ. ഇസ്രായേൽ ജനം കനാനിലേക്കുള്ള യാത്രാമധ്യേ അവരുടെ യാത്രയുടെ കഷ്ടതകൾ നിമിത്തം ദൈവത്തെയും മോശയെയും നിരന്തരം കുറ്റപ്പെടുത്തുവാൻ ആരംഭിച്ചു. യാത്രയുടെ ഉദ്ദേശത്തെയും ദൈവത്തിൻ്റെ പദ്ധതിയെയും ചോദ്യം ചെയ്യുവാൻ ആരംഭിച്ചു. ദൈവം ഇതിനാൽ അവർക്ക് കഷ്ടതകളെ അയച്ചു. അഗ്നിസർപ്പത്തെ അവരുടെ ഇടയിലേക്ക് അയച്ചു. അവർ അനുഭവിച്ച കഷ്ടതകൾ മൂലം അവരവരുടെ തെറ്റുകൾ തിരിച്ചറിയുകയും പശ്ചാത്തപിക്കുകയും ചെയ്തു. അതിനാൽ ദൈവം അവർക്ക് രക്ഷയുടെ വഴി ഒരുക്കുകയും ചെയ്തു. മോശ നിർമ്മിച്ച താമ്രസർപ്പത്തിലേക്ക് നോക്കിയവരൊക്കെയും രക്ഷ പ്രാപിക്കുകയും ജീവിക്കുകയും ചെയ്തു. ഈ വചനം നമ്മെ പഠിപ്പിക്കുന്നത് പ്രധാനമായും 2 കാര്യങ്ങളാണ്. 1. കുറ്റപ്പെടുത്തലുകളും പരാതികളും ദൈവത്തിങ്കിൽ നിന്നുമുള്ള നമ്മുടെ അനുഗ്രഹങ്ങളെ മുടക്കുന്നു. ഇസ്രായേൽ ജനം ദൈവ അത്ഭുതങ്ങളെ കാണാനും അനുഭവിക്കുവാനും ഭാഗ്യം ലഭിച്ചവരാണ്. ചെങ്കടൽ വിഭജിക്കുന്നത് കണ്ടവരാണ്. വിശന്നപ്പോൾ ആകാശത്ത് നിന്ന് മന്ന ലഭിച്ചവരാണ്. പാറയിൽ നിന്ന് പുറപ്പെട്ട വെള്ളത്തിൽ ദാഹം അകറ്റിയവരാണ്. എങ്കിലും പ്രതിസന്ധി സാഹചര്യങ്ങൾ വന്നപ്പോൾ അവർ ദൈവത്തെ കുറ്റപ്പെടുത്തി. കുറ്റപ്പെടുത്തലുകളും പരാതികളും ഇന്നയോളം നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങളെയും ദാനങ്ങളെയും വില കുറിച്ച് കാണുകയും മറക്കുകയും ചെയ്യുന്നു. കഷ്ടതകളിൽ ദൈവവുമായുള്ള അകലം കൂട്ടാതെ ഇന്നയോളം നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് നന്ദിയുള്ളവരായും വരുവാനിരിക്കുന്ന അനുഗ്രഹങ്ങൾക്കുള്ള പ്രത്യാശയിലുമാകണം നാം ജീവിക്കേണ്ടത്. 2. പശ്ചാത്താപവും വിശ്വാസവും രക്ഷയുടെ ആദ്യ പടിയാണ്. ഇസ്രായേൽ ജനം തെറ്റുകൾ ഏറ്റുപറഞ്ഞ് പശ്ചാത്തപിച്ചപ്പോൾ ദൈവം ഒരു താമ്രസർപ്പത്തിലൂടെ അവർക്ക് രക്ഷ അയച്ചു. അവർ വിശ്വാസത്തോടെ താമ്രസർപ്പത്തിലേക്ക് നോക്കിയതുകൊണ്ട് മാത്രമാണ് അവർക്ക് രക്ഷ ലഭിച്ചത്. അവരുടെ പരിശ്രമങ്ങളാലല്ല. നമ്മുടെ ആവശ്യങ്ങൾക്കും ആഗ്രഹങ്ങൾക്കുമായി ദൈവവിശ്വാസത്തിലാവണം നാം പൂർണ്ണമായും പരിശ്രമിക്കേണ്ടത്. എന്നാൽ മാത്രമേ അതിൽ നമുക്ക് ശരിയായ വിജയം നേടാൻ സാധിക്കുകയുള്ളൂ എന്ന് ഈ വചനങ്ങൾ പഠിപ്പിക്കുന്നു. അതിനാൽ പ്രശ്നങ്ങളിലേക്കും പരാതികളിലേക്കും നമ്മുടെ ശ്രദ്ധ തിരിക്കാതെ ദൈവത്തിങ്കലേക്കാകണം നാം നോക്കേണ്ടത്. അവിടെയാണ് നാം രക്ഷ പ്രാപിക്കുന്നത്.